ഞാൻ മോനെ വെച്ചുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം അല്ല, മന്ത്രിയായിട്ടായിരിക്കും ഇനി അടുത്ത തവണ കേരള ഹൗസിലേക്ക് വരിക? ഞാനില്ല. ഞാൻ എത്രയോ കാലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി എത്രയോ വർഷമായിട്ട് അതൊന്നും ഞാൻ തീരുമാനിക്കേണ്ടതല്ല. ഞാനത് പറഞ്ഞാൽ എന്തോ ഇല്ല. ഏർലിയർ ദ ബെസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ എക്സ്പെക്ടേഷൻ. നമുക്ക് പറയാനുള്ളത് കഴിയുന്നത്ര വേഗം തീരുമാനം വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാം ഇരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി ഉണ്ടാവുമോ? അതാ പറഞ്ഞ ഏർലിയർ ദ ബെസ്റ്റ് എന്നുള്ള നിലയിലാണ് നമ്മുടെ ഒരു ഒപ്പീനിയൻ. അത് നമ്മൾ അദ്ദേഹത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ CM റേസ് കഴിഞ്ഞാൽ പിന്നെ മന്ത്രിമാരുടെ പട്ടികയാ, അതിൽ അങ്ങ് ഒരു റേസിലുണ്ടോ? ഞാൻ റേസില്ല. ഇല്ല ഇല്ല, മന്ത്രിമാരുടെ റേസിൽ അങ്ങില്ല. റേസിലില്ലെന്നേ പറഞ്ഞത്. താല്പര്യമില്ല. റേസർ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇല്ലില്ല, അങ്ങനെ ഒരു ഞാൻ ചോദിക്കട്ടെ, നീ സീരിയസ് ആയിട്ട് ചോദിക്കാം. ഏത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും പിറ്റേ ദിവസം മുഖ്യമന്ത്രി തീരുമാനിച്ചത്? കേരളത്തിലെ ഇടതുപക്ഷത്തിലുള്ളതും കോൺഗ്രസ് UDF ഉള്ളതും എല്ലാ ഗവൺമെൻറ്റുകൾ രൂപീകരണത്തെക്കുറിച്ച് ആലോചിച്ചോ? അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുഖ്യമന്ത്രി പ്രസ്താവിച്ചിട്ടുണ്ടോ? പിറ്റേ ദിവസം മന്ത്രിസഭ വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. അതിൻ്റേതായ ഓരോ സഭയുണ്ട്. ഓരോ പാർട്ടിക്കും അതിൻ്റെ കൂളിംഗ് ടൈം കൊടുക്കണം. അത് ഈ ഇടതുപക്ഷ മുന്നണിക്കുമുണ്ട്, UDFനുമുണ്ട്. ഒരു കൂളിംഗ് ടൈമുണ്ട്. ആ കൂളിംഗ് ടൈം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടി ലീഡർഷിപ്പ് എല്ലാം തീരുമാനമെടുക്കും. ഈ ലീഡർഷിപ്പ് ചെയ്തതുപോലെ പാർട്ടി ലീഡർഷിപ്പ് ചെയ്തതുപോലെ ഏതെങ്കിലും ഒരു കാലത്തോ ഏതെങ്കിലും ഒരു പാർട്ടിയോ ചെയ്തിട്ടുണ്ടോ? അവിടെ MLA ജയിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരെയും വിളിച്ച് ചേർത്തില്ലേ? അവരുടെ ഒപ്പീനിയൻ പൂർണ്ണമായി കേട്ടില്ലേ? ആ ഒപ്പീനിയൻ കേട്ടതിന് ശേഷം ഒരു ഫർദറായിട്ട് സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ വിളിക്കണം എന്ന് തീരുമാനിച്ച് അത് വിളിച്ചില്ലേ? ഇന്ന് അങ്ങനെയുള്ള ആളുകളിൽ നിന്ന്, നേതാക്കന്മാരിൽ നിന്ന് ഒപ്പീനിയൻ കേട്ടതല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ശഠിച്ചുകൊണ്ടൊരു തീരുമാനം എടുക്കണം എന്ന് പറയാൻ പറ്റുമോ? അതിൻ്റെ ഒരു സമയമുണ്ട്. ഒരു കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാകണം. അത് അങ്ങനെയല്ലേ ഒരു പാർട്ടി ചെയ്യേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ഏത് പാർട്ടി ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൃത്യമായും വ്യക്തമായിട്ടുള്ള ഒരു നടപടിയാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ളത്.